ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ 2 ദിവസമായി നിങ്ങളോട് സംസാരിച്ചിട്ട്. അപ്പോൾ നമുക്കിന്നൊരു മാങ്ങ അച്ചാർ ഉണ്ടാക്കിയാലോ? അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള മാവാണ് കേട്ടോ ഇതിൽ നിന്ന് നമുക്ക് ഒരു 3-4 മാങ്ങ പറിച്ചെടുക്കാം. ഇത്രയും മാങ്ങ ഞാനിതിൽ നിന്ന് പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇത് കഴുകിയതിന് ശേഷം നമുക്ക് വെള്ളം നന്നായിട്ട് തുടച്ചെടുക്കണം. ഈ മാങ്ങയിലെ നനവൊക്കെ നമുക്ക് നന്നായിട്ട് ഒപ്പിയെടുക്കാം. ഒരു തുണി വെച്ച് ഇങ്ങനെ ഒപ്പിയെടുക്കാം. ഇതിന് ശേഷം നമുക്കിത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ മാങ്ങയൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതിന് ശേഷം നമുക്ക് ഇതിനാവശ്യമായ ഉപ്പ് ചേർത്ത് ആദ്യം തന്നെ നമുക്ക് ഇളക്കി 1 മണിക്കൂറെങ്കിലും നമുക്ക് ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഉപ്പ് പിടിക്കാൻ വെക്കണം. ഇത് നമുക്ക് 1 മണിക്കൂറെങ്കിലും ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 5-10 വെളുത്തുള്ളി നമുക്ക് 2ആയിട്ട് കീറിയെടുക്കാം. ഇത് ഇങ്ങനെ തൊലി പൊളിച്ച് ഇങ്ങനെ 2ആയി കീറിയെടുക്കുക. ഇനി നമുക്ക് ഇത് ഒരു പാത്രം നമുക്ക് സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് ചൂടായാൽ നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. തീ കുറച്ച് വെക്കണം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കത് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ടതിന് ശേഷം നമുക്കിതിലേക്ക് വെളുത്തുള്ളി ഇട്ട് തീ കുറച്ചൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഉള്ളി ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഒരു 3-4 ടീസ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ തീ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഇത് ഇട്ട് കൊടുക്കാവൂ. അപ്പോൾ ഞാനിത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് കടുക് പൊടിച്ചത് ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കായം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം, കായപ്പൊടി. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഇനി അതൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് തിളച്ച് തീ ഓഫ് ചെയ്ത് നമുക്കിതിലേക്ക് മാങ്ങ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ടേസ്റ്റിയായ മാങ്ങ അച്ചാർ ഇവിടെ റെഡിയായി. ഉലുവാപ്പൊടി, കടുക് പൊടിച്ചത്, കായപ്പൊടി, മുളക് പൊടി, ഇത്രയും പൊടികളാണ് കേട്ടോ നമ്മളിതിൽ ചേർത്തത്. പിന്നെ വിനാഗിരി കൂടി. അപ്പോൾ വളരെ പെട്ടെന്ന് നമ്മുടെ ടേസ്റ്റിയായ അച്ചാർ റെഡി ആയിട്ടോ.